നമസ്കാരം. പ്രധാന വാർത്തകൾ. താമരശ്ശേരിയിൽ സ്കൂട്ടറിന് മുന്നിൽ തെരുവുനായ ചാടി, യുവതികൾക്ക് പരിക്ക്. കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ താമരശ്ശേരിക്ക് സമീപം നെരുക്കുംചാലിലാണ് അപകടം. പേരാമ്പ്ര സ്വദേശികളായ ആതിര എന്നിവർക്കാണ് പരിക്കേറ്റത്. തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിക്ഷേപ തട്ടിപ്പ്. CPM ലോക്കൽ കമ്മിറ്റി അംഗം അറസ്റ്റിൽ. കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പ് കേസിൽ ഒരാൾ അറസ്റ്റിൽ. സ്ഥാപനത്തിന്റെ കുറ്റ്യാടി ബ്രാഞ്ച് മാനേജർ വേളം പൂളക്കൂൽ സ്വദേശി KK ഷൈജുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. സ്ഥാപനത്തിൽ പോലീസ് റെയ്ഡ് നടത്തി. കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത് സ്ഥിര നിക്ഷേപം സ്വീകരിച്ച നിക്ഷേപ തുകയും പലിശയും നൽകാതെ വഞ്ചിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ 25ഓളം കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ നാദാപുരം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പാടശേഖരത്തിൽ പണിയെടുക്കുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റു. ഹരിപ്പാട് സ്ത്രീ തൊഴിലാളി മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 11:30 പള്ളിപ്പാട് വടക്കേക്കര കിഴക്ക് പുത്തൻപുരയിൽ പരേതനായ രഘുവിന്റെ ഭാര്യ സരളയാണ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന ശ്രീലതയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവർ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്ന ഇരുവരും വിശ്രമിക്കാനായി കരയിലേക്ക് കയറുമ്പോൾ സമീപത്തുണ്ടായിരുന്ന വൈദ്യുത പോസ്റ്റിന്റെ സ്റ്റേ വയറിൽ കയറി പിടിച്ചു. ആദ്യം സ്റ്റേ വയറിൽ പിടിച്ച ശ്രീലത ഷോക്കേറ്റ് തെറിച്ചു വീണു. ഇവരെ രക്ഷിക്കാൻ വേണ്ടി എത്തിയ സരളയും ഷോക്കേറ്റ് വെള്ളത്തിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ജീവനക്കാർ തമ്മിലുള്ള തർക്കം. പാലക്കാട് സ്വകാര്യ ബസ് ജീവനക്കാരന് കുത്തേറ്റു. സ്റ്റേഡിയം സ്റ്റാൻഡിൽ വെച്ച് പാലക്കാട് മണ്ണാർക്കാട് റൂട്ടിലെ റസാരിയോ ബസ്സിലെ ജീവനക്കാരൻ സന്തോഷിനാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ സന്തോഷിനെ ജില്ലാ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ മണ്ണാർക്കാട് കുന്തിപ്പുഴ സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബസ് ജീവനക്കാർ തമ്മിലുള്ള തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലത്ത് CPI MLAക്കെതിരെ CPM യുവജന പ്രതിഷേധം. പുനലൂരിൽ CPI MLA PS സുബാലിനെതിരെ SFI DYFI പ്രതിഷേധം. സുബാലിനെതിരെ ഡൈയിങ് ഹാർനസ് MLA എന്ന ബാനറുമായാണ് പ്രതിഷേധം നടന്നത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI സ്ഥാനാർത്ഥികളെ പിന്മാറ്റാൻ CPI ജില്ലാ സെക്രട്ടറി കൂടിയായ MLA ഇടപെട്ടു എന്നാണ് ആരോപണം. പുനലൂർ SN കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ നടന്ന പ്രതിഷേധത്തിലും സുബാലിനെതിരെ ബാനർ ഉയർന്നിരുന്നു.